ഒരു കൈയിൽ ഭരണാധികാരത്തിൻ്റെ ചെങ്കോലും മറുകൈയിൽ പ്രവാചകത്വത്തിൻ്റെ വെളിച്ചവും ഏന്തിയ ചരിത്രത്തിലെ അതുല്യനായ ഒരു രാജാവ്. പക്ഷികളും മലകളും അദ്ദേഹത്തോടൊപ്പം ദൈവത്തെ സ്തുതിച്ചു. ഇരുമ്പിനെ മെഴുകുപോലെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ചരിത്ര വിദ്യാർത്ഥികൾക്കും വിശ്വാസികൾക്കും ഒരുപോലെ അത്ഭുതമാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരായിരുന്നു അദ്ദേഹം? എങ്ങനെയാണ് ഒരു സാധാരണ ഇടയനിൽ നിന്നും അദ്ദേഹം ഇസ്രായേൽ ജനതയുടെ മഹാനായ ചക്രവർത്തിയായി മാറിയത്? വരിക, നമുക്ക് ആ സത്യാന്വേഷണ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാം. ഇസ്രായേൽ ജനത വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമായിരുന്നു അത്. ക്രൂരനായ ജാലൂത്ത് എന്ന ഭീമനായ രാജാവും അവൻ്റെ സൈന്യവും ഇസ്രായേലികളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം താലൂത്ത് എന്ന വ്യക്തി ഇസ്രായേലികളുടെ രാജാവായി നിയമിതനാകുന്നത്. ജാലൂത്തിൻ്റെ വൻ സൈന്യത്തോട് പോരാടാൻ താലൂത്ത് തൻ്റെ സൈന്യവുമായി പുറപ്പെട്ടു. ആ സൈന്യത്തിൽ വളരെ പ്രായം കുറഞ്ഞ ആട്ടിടനായ ഒരു യുവാവുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ദാവൂദ്. യുദ്ധരംഗത്ത് വലിയ പരിചയസമ്പത്തൊന്നുമില്ലാത്ത, എന്നാൽ അള്ളാഹുവിലുള്ള വിശ്വാസം നെഞ്ചിലേറ്റിയ ഒരു യുവാവ്. യുദ്ധക്കളത്തിൽ വെച്ച് ഭീമാകാരനായ ജാലൂത്ത് തന്നോട് ഏറ്റുമുട്ടാൻ ധീരന്മാരായ ആരെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചു. അവൻ്റെ വലിപ്പവും ക്രൂരതയും കണ്ട് ഇസ്രായേൽ സൈന്യത്തിലെ പ്രമുഖർ പോലും ഭയന്ന് വിറച്ചു. എന്നാൽ ഭയമില്ലാതെ മുന്നോട്ട് വന്നത് യുവാവായ ദാവൂദ് ആയിരുന്നു. കയ്യിൽ ഒരു വാളോ കവചമോ പോലുമില്ലാതെ കേവലം ഒരു കവണയും കുറച്ചു കല്ലുകളുമായിട്ടാണ് അദ്ദേഹം ജാലൂത്തിന് നേരെ നടന്നത്. പരിഹാസത്തോടെ നോക്കിയ ജാലൂത്തിന് നേരെ ദാവൂദ് തൻ്റെ കവണയിൽ നിന്നും ഒരൊറ്റ കല്ല് തൊടുത്തുവിട്ടു. അള്ളാഹുവിൻ്റെ സഹായത്താൽ ആ കല്ല് കൃത്യമായി ജാലൂത്തിൻ്റെ നെറ്റിത്തടത്തിൽ തറച്ചു കയറുകയും അവൻ നിലം പതിക്കുകയും ചെയ്തു. ജാലൂത്തിൻ്റെ അന്ത്യത്തോടെ ശത്രു സൈന്യം ചിതറിയോടി. ഈ സംഭവത്തോടെ ദാവൂദ് ജനങ്ങളുടെ ഹീറോയായി മാറി. താലൂത്ത് രാജാവിൻ്റെ മരണശേഷം അള്ളാഹു ദാവൂദിന് പ്രവാചകത്വവും ഒപ്പം രാജാധികാരവും നൽകി ആദരിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹു അദ്ദേഹത്തിന് ആധിപത്യവും ജ്ഞാനവും നൽകുകയും താൻ ഉദ്ദേശിക്കുന്ന പലതും അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു പ്രവാചകനും ഒപ്പം നീതിമാനായ ഒരു ഭരണാധികാരിയുമായിരുന്നു. ജനങ്ങൾക്കിടയിൽ തികഞ്ഞ നീതിയോടെ അദ്ദേഹം ഭരണം നടത്തി. അദ്ദേഹം പ്രാർത്ഥനകളിൽ മുഴുകി. ഒരു ദിവസം വിട്ട് ഒരു ദിവസം എന്ന ക്രമത്തിൽ അദ്ദേഹം നോമ്പെടുത്തിരുന്നു. ഇതാണ് പിന്നീട് ദാവൂദിൻ നോമ്പ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അള്ളാഹു ദാവൂദ് നബിക്ക് സവിശേഷമായ ചില അത്ഭുതങ്ങൾ നൽകിയിരുന്നു. ഒന്ന്, സബൂർ. അള്ളാഹു അദ്ദേഹത്തിന് സബൂർ എന്ന വേദഗ്രന്ഥം നൽകി. 2, മനോഹരമായ ശബ്ദം. ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ശബ്ദം നൽകപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം സബൂർ പാരായണം ചെയ്യുമ്പോൾ ആ ശബ്ദത്തിൽ മയങ്ങി പക്ഷികൾ ആകാശത്ത് ചിറകടിച്ചു നിൽക്കുമായിരുന്നു. മലകൾ അദ്ദേഹത്തോടൊപ്പം ദൈവകീർത്തനം പാടി. 3,
ഇരുമ്പ് മെഴുകാകുന്നത്. തീയിലിട്ട് ചൂടാക്കാതെ തന്നെ ഇരുമ്പിനെ കൈകൊണ്ട് മെഴുകുപോലെ രൂപപ്പെടുത്താനുള്ള കഴിവ് അല്ലാഹു അദ്ദേഹത്തിന്. ഇതുകൊണ്ട് അദ്ദേഹം ശക്തമായ യുദ്ധകവചങ്ങൾ നിർമ്മിക്കുകയും അതിലിട്ട് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുകയും ചെയ്തു. ഒരു രാജാവായിരുന്നിട്ടും ഭരണകൂടത്തിന്റെ ഖജനാവിൽ നിന്നും അദ്ദേഹം ഒന്നും എടുത്തിരുന്നില്ല. ദാവൂദ് നബിയുടെ വിവേകപൂർണമായ വിധിതീർപ്പുകൾ പ്രശസ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുട്ടിക്കാലം മുതൽക്കേ വലിയ ജ്ഞാനിയായിരുന്നു. ഒരിക്കൽ ഒരാളുടെ തോട്ടത്തിൽ മറ്റൊരാളുടെ ആടുകൾ കയറി കൃഷി നശിപ്പിച്ച കേസിൽ ദാവൂദ് നബിയും സുലൈമാൻ നബിയും ചേർന്ന് നടത്തിയ വിധിതീർപ്പ് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മകൻ്റെ ബുദ്ധി വൈഭവത്തെ ദാവൂദ് നബി എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നീട് ദാവൂദ് നബിക്ക് ശേഷം ഇസ്രായേലിൻ്റെ രാജാവായത് സുലൈമാൻ നബിയായിരുന്നു. 40 വർഷത്തോളം നീതിപൂർവം ഭരണം നടത്തിയ ആ മഹാനായ പ്രവാചകന്റെ തൻ്റെ 70-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അധികാരം കയ്യിലുണ്ടായിട്ടും അഹങ്കരിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിച്ച ദൈവത്തോട് നന്ദിയുള്ള ഒരു ദാസനായിരുന്നു അദ്ദേഹം. ഇന്നും ലോകചരിത്രത്തിൽ ദാവൂദ് നബിയുടെ പേര് നീതിയുടെയും ഭക്തിയുടെയും പ്രതീകമായി തിളങ്ങി നിൽക്കുന്നു. ദാവൂദ് നബിയുടെ യഥാർത്ഥ ചരിത്രം വ്യക്തമാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പ്രമാണബദ്ധമായ ചരിത്രങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. നന്ദി. അസ്സലാമു അലൈക്കും.